ഉറപ്പായിട്ടും ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്നൊരു കിടിലൻ ഫേസ് പാക്കാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇട്ടത് 1 ടീസ്പൂണോളം റാഗി പൗഡറാണ്. അതായത് മുത്താറീൻ്റെ പൊടി ഉണ്ടല്ലോ, ചില നാട്ടുകളിൽ ചൊളാണ്ടീൻ്റെ പൊടി എന്നെല്ലാം പറയും. കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം പൊടിയില്ലേ, അതാണിത്. മുത്താറി പൊടി, ചൊളാണ്ടി, അതുപോലെ റാഗി എന്നൊക്കെ പറയും. അപ്പോൾ അത് 1 ടീസ്പൂൺ എടുക്കുക. ഈ 1 ടീസ്പൂൺ റാഗി പൗഡറിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. പാലെന്ന് പറയുന്നത് തിളപ്പിക്കൊന്നും ചെയ്യാത്ത പച്ചപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒരുപാടൊന്നും ഒഴിക്കേണ്ട, നമ്മുടെ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിനുള്ള പാല് മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി പാലല്ലെങ്കിൽ തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2 സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഈ റാഗി പൗഡറും പാലും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് ഇങ്ങനെ പറ്റി നിൽക്കില്ല. അപ്പോൾ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ അത് ഒരിക്കലും നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. ഇത് 2 മാത്രം മതി. നിങ്ങളൊന്ന് തേച്ച് കഴുകി നോക്ക്, ഞെട്ടിക്കുന്ന റിസൾട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അറേബ്യൻ കൺട്രീസിൽ ഈ അറേബ്യൻ സ്ത്രീകളുണ്ടല്ലോ, അവർ യൂസ് ചെയ്യുന്ന ഒരു പൊടിയാണിത്, റാഗി പൗഡർ. അവർ മെയിനായിട്ട് ഫേസ് പാക്കിൽ ഉപയോഗിക്കുന്ന പൊടിയാണിത്. അപ്പോൾ ചിലർക്കുള്ള ഒരു ഡൗട്ടുണ്ട്, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളുകളുണ്ടാവില്ല കേട്ടോ. അതായത് സ്കിന്ന് കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ സ്കിൻ കെയർ ചെയ്യും. അത് കറുത്തത് വെളുത്തത് ഇന്നേ നാട്ടിലുള്ള ആൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. പലരും കമൻറ്റ് ചെയ്യുന്ന കാണാം, ഈ അറബികൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല, അതേപോലെ ഇംഗ്ലീഷുകാർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ. എല്ലാവരും സ്കിന്ന് കെയർ ചെയ്യും കേട്ടോ. അത് ആർക്കും ആവശ്യമില്ലാണ്ടൊന്നുമില്ല. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കടലമാവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്ര ടൈറ്റ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിനൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്ക്. ഒരു പ്രാവശ്യം ചെയ്ത് കിട്ടുന്ന റിസൾട്ട് കണ്ടാൽ തന്നെ ഉറപ്പായിട്ട് നിങ്ങളിത് ഡെയിലി ചെയ്യാൻ തുടങ്ങും. കാരണം അത്രയും അടിപൊളിയാണ്. നമ്മൾ വലിയ വില കൊടുത്ത് ക്രീമുകൾ വാങ്ങിയും അതേപോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു റിസൾട്ടും കിട്ടാത്തതിൽ എത്രയോ അടിപൊളിയാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ ഒരു ഫേസ് പാക്ക്. പക്ഷേ ഇതിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് ചെയ്ത് അതായത് കുറച്ച് കണ്ടിന്യൂസ് ചെയ്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും പഴയ ആ ഒരു രീതിയിലേക്ക് തന്നെ പോകും. അപ്പം നമുക്ക് എപ്പോഴും ഇത് നമ്മളെ ചർമ്മം നല്ല സുന്ദരമായിട്ടും അതേപോലെ തന്നെ നല്ല നിറവും തിളക്കവും ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫേസിന് സൂട്ടാകുന്ന ഒരു ഫേസ് പാക്ക് ഡെയിലി നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി ഡെയിലി ചെയ്യുന്നില്ലെങ്കിലും വീക്കിലി എങ്കിലും ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്രീമിൻ്റെതും അതേപോലെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെതും ഒരു ഫേഷ്യലിൻ്റെ ഒന്നിൻ്റെ ആവശ്യം വരില്ല. ഇത് മാത്രം മതിയാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ് നിങ്ങൾ ഫേസിൽ വെക്കുക. എല്ലാന്നാണെങ്കിൽ നിങ്ങളിത് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കഴുകിക്കളയാം. ആ കഴുകുന്ന സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ അഭിപ്രായം പറയാൻ നിൽക്കുക. അല്ലാണ്ട് കാണുന്നതിന് മുന്നേ അഭിപ്രായം പറയാൻ നിൽക്കരുത്. പിന്നെ നിങ്ങളെന്താ ഫേസ് പാക്ക് ഫേസിലിടാണ്ട് കൈമലിട്ട് എന്നുള്ള കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. അതെൻ്റെ പഴയ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് കൈമലിട്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. എൻ്റെ ചാനലിൽ ഒരുപാട് ഫേസ് പാക്കുകളും അതേപോലെ തന്നെ ഹെൽത്ത് സംബന്ധമായിട്ട് ഞാനിട്ട് ഒരുപാട് റെമഡീസ്, അതായത് പല്ലുവേദനേൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഒരുപാട് നല്ല പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും ഉണ്ടാവും. അപ്പോൾ പറഞ്ഞതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.